നമസ്കാരം കൃഷ്ണാരമിത്രത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സവിതയാണ് കേട്ടോ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ. ഇന്ന് 21-ാം തീയതി ശ്രീലകത്ത് ശ്രീ ഗുരുവായൂരപ്പൻ താമരക്കണ്ണനായിട്ടാണ് കേട്ടോ നിൽക്കുന്നത്. താമരക്കണ്ണനായിട്ടുള്ള പൊന്നുണ്ണി കൃഷ്ണന്റെ പാദത്തിൽ അനന്തകോടി നമസ്കാരം പറയുന്നു. ഒപ്പം 21 കേട്ടോ, 22-ാം തീയതി. ഒപ്പം കൃഷ്ണപാദമനിശം ഹൃദി ഭാവയാമി, ഹരികൃഷ്ണ പാദമനിശം ഹൃദി ഭാവയാമി. എന്തൊരു ചൂടാണ് അല്ലെ. വേനൽക്കാലം വളരെയധികം മുറുകിയിരിക്കുകയാണ്. അപ്പോൾ ഈ വേനലിന്റെ ചൂട് അധികമായതുകൊണ്ടാണോ എന്നറിയില്ല, ഒരു വലിയ നഷ്ടം, വലിയൊരു ദുരന്തം തന്നെ സംഭവിച്ചിരിക്കുകയാണ്. നമ്മുടെ തിരുവമ്പാടി വിഭാഗത്തിന്റെ തൃശ്ശൂർ പൂരത്തിന്റെ വെടിക്കെട്ട് നിർമ്മാണശാല കത്തി പോയിരിക്കുകയാണ് അല്ലേ. അനേകം മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, ഒരുപാട് കാഷ്വാലിറ്റീസ് ഉണ്ടായിട്ടുണ്ട്. എല്ലാവർക്കും എന്താ പറയുക, അവരുടെ വീട്ടുകാർക്ക്, അവരുടെ പ്രിയപ്പെട്ടവർക്ക് ശ്രീ ഗുരുവായൂരപ്പൻ കരുത്ത് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒപ്പം ജീവഹാനി സംഭവിച്ചവരുടെ ആ ഒരു ആത്മാവിനെ ഗുരുവായൂരപ്പൻ്റെ വൈകുണ്ഠ ലോകത്തേക്ക് സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ തുടങ്ങാം അല്ലേ. ചൂട് കൂടിയതിൻ്റെ ആയിരിക്കും എനിക്കും ശാരീരികമായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നുണ്ട്. എല്ലാവരും നല്ലോണം വെള്ളം കുടിച്ചോളൂ കേട്ടോ. നല്ലോണം വെള്ളം കുടിക്കുകയും ഇടയ്ക്ക് എന്താ പറയുക, തണുത്ത വെള്ളം മുഖത്തൊഴിക്കുകയും ഒക്കെ ചെയ്തോളൂ കേട്ടോ. ഇതൊക്കെ ഞാൻ മറന്നു പോകുന്നതുകൊണ്ടായിരിക്കാം. ടയേർഡായിട്ട് ട്രിപ്പ് ഇടേണ്ട അവസ്ഥ വരെ വന്നു. വല്ലാതെ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ട ഈ വർഷത്തെ ഈ ഒരു ചൂട്. ഒരു വേനൽ മഴയും ലഭിക്കുന്നില്ല ഈ വടക്കൻ നാടുകളിലേക്ക് എന്ന് തോന്നുന്നു. എന്തായാലും ശ്രീ ഗുരുവായൂരപ്പൻ ഇതിനൊക്കെ ഒരു പരിഹാരം കണ്ടെത്തി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ആ ഒരു വിശേഷങ്ങൾ തുടങ്ങാം അല്ലേ. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു കഥയാണ്. ഈ കഥ ഞാനൊരു 3 മിനിറ്റ് ഷോർട്ട് സ്റ്റോറിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്കതൊരു ഒട്ടും തൃപ്തിയായില്ല. അതുകൊണ്ടാണ് ഞാനൊരു വലിയ കഥയായിട്ട് കൊണ്ടുവന്നത്. അന്നൊരു ദിവസം ദ്വാരകയിൽ ഗുരുവായൂരപ്പൻ്റെ, നമ്മുടെ ഉണ്ണികൃഷ്ണൻ്റെ, ദ്വാരകാധീശൻ ശ്രീകൃഷ്ണൻ്റെ പത്നിമാരെല്ലാവരും ഒത്തുചേർന്ന് അവർക്ക് എല്ലാവർക്കും വൃന്ദാവനത്തിലെ ഉണ്ണികൃഷ്ണൻ്റെ ബാലലീലകളൊക്കെ കേൾക്കണം എന്ന് ഒരു ആഗ്രഹം. അങ്ങനെ അവരെന്ത് ചെയ്തു, ഉണ്ണികൃഷ്ണനോടൊപ്പം അന്നുണ്ടായിരുന്ന ഒരമ്മ ഇന്നും കൂടെ ഉണ്ട് കേട്ടോ. ആരാണെന്നല്ലേ? രോഹിണിയമ്മയാണത്. രോഹിണിയമ്മ പണ്ടേ ഉണ്ണികൃഷ്ണൻ ജനിച്ചത് മുതൽ ഇന്നാള് വരെയും ഉണ്ണികൃഷ്ണന്റെ കൂടെ ഉണ്ട്. അപ്പൊ ആ അമ്മയോടാവാം ചോദ്യം എന്ന് കരുതി എല്ലാ പത്നിമാരും കൂടി ഒരുമിച്ച് ചേർന്ന് രോഹിണിയെ സമീപിച്ചു. വല്യമ്മയെ, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, വല്യമ്മ വേണം അത് സാധിപ്പിച്ചു തരാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചുറ്റും കൂടി. രോഹിണിക്കാണെങ്കിലോ നല്ല ഉത്സാഹം കേട്ടോ. ഉണ്ണികൃഷ്ണന്റെയും രാമന്റെയും ഒക്കെ ബാലലീലകളെ എന്തായിരുന്നു വികൃതി. ഇന്നും ചില അമ്മമാരുണ്ട് കേട്ടോ, ഈ വിവാഹം കഴിഞ്ഞെത്തുന്ന പെൺകുട്ടികളോട് അവരുടെ ഭർത്താക്കന്മാരുടെ ബാലലീലകളെ, വികൃതികളെ കുറിച്ച് പറഞ്ഞു കൊടുക്കും. ഇവൻ പണ്ടുണ്ടല്ലോ ഇന്ന രീതിയിലൊക്കെ ചെയ്തിരുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ. ഇതേമാതിരി ഈ ബാലലീലകളൊക്കെ വളരെ വിസ്തരിച്ച് പറയാനായിട്ട് രോഹിണി അമ്മയ്ക്കും നല്ല ഉത്സാഹം. അങ്ങനെ എന്താ ഉണ്ടായേ, രോഹിണി അമ്മ ഒരു ഉയർന്ന ഒരു പീഠത്തിൽ അല്ലെങ്കിൽ ഒരു സിംഹാസനത്തിലൊക്കെ ഇരിക്കുന്നുണ്ട്. ചുറ്റും നിറയെ ആ എന്താ പറയുക, കൃഷ്ണ പത്നിമാര്, അതുപോലെ ബലരാമൻ്റെ ഭാര്യ രേവതി, എല്ലാവരും കൂടി നിരന്നിങ്ങനെ ഇരിക്കുകയാണ്. എന്നിട്ട് എന്താണ് രോഹിണി അമ്മ പറയുന്നത് എന്ന് കാതോർത്തിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഉണ്ണികൃഷ്ണൻ ജനിച്ച നാൾ മുതൽ ഇന്ന് വരെയുള്ള ഓരോ കാര്യങ്ങളും പറയാണ്. ചിലതൊക്കെ കേൾക്കുമ്പോൾ അവരറിയാതെ കരഞ്ഞു പോകുന്നുണ്ട്. ചിലതൊക്കെ കേൾക്കുമ്പോൾ അവർ തന്നെ മറന്ന് പൊട്ടി ചിരിച്ചു പോകുന്നുണ്ട്. ഇങ്ങനെ കഥകൾ പറഞ്ഞപ്പോൾ മുമ്പിൽ തന്നെ ഇരിക്കുന്ന ഒരാളുണ്ടായിരുന്നു. ആരാണെന്നറിയോ? രുക്മിണി ദേവി. ഈ രുക്മിണി ദേവിക്ക് ഈ കഥകളൊക്കെ കേട്ടപ്പോൾ വലിയ സന്തോഷമായി കേട്ടോ. അങ്ങനെ അന്നത്തെ ദിവസം കഥ പറച്ചിലൊക്കെ നിർത്തി ബാക്കിയുള്ള ഭാഗം നാളെ ആവാം എന്നൊക്കെ ഏതാണ്ട് ഒരു സപ്താഹ ആചാര്യയെ പോലെയൊക്കെ രോഹിണി അമ്മയും പറയാൻ തുടങ്ങി. പിറ്റേന്നും ഇതുപോലെ കൃഷ്ണകഥകൾ പറയാൻ തുടങ്ങി. അങ്ങനെ അനേകം ദിവസം ദ്വാരകയിൽ ഈ കൃഷ്ണകഥകളും കൃഷ്ണപത്നിമാരുമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം കൃഷ്ണൻ രുക്മിണിയുടെ മന്ദിരത്തിലേക്ക് വന്ന സമയം, അവിടെ എൻ്റെ ഒരു സങ്കല്പത്തിലുള്ള രുക്മിണിയുടെ മണിമന്ദിരമാണ് കേട്ടോ ഞാൻ പറയുന്നത്. വിശാലമായിട്ടുള്ള ഒരു ലിവിങ് സ്പേസ് എന്നൊക്കെ പറയില്ലേ, ലിവിങ് റൂം അല്ലെങ്കിൽ ഹാൾ എന്നൊക്കെ പറയുന്ന ആ ഒരു ഭാഗം. ഇത്
വളരെ കണ്ണാടി പോലെയുള്ള നിലമാണ്, രത്നങ്ങളൊക്കെ പതിച്ച കണ്ണാടി പോലെയുള്ള നിലം, കറുത്ത നിറത്തിലാണ് അത്. അതിന് ഇങ്ങനെ ലൈൻസ് ഒക്കെ കൊടുത്ത്, ഇന്നത്തെ ടൈലിൻ്റെ ഒക്കെ കണ്ടിട്ട് ടൈൽ ഗ്യാപ്പൊക്കെ അതേമാതിരിയൊക്കെ നല്ല ഭംഗിയാക്കിയിട്ടുള്ള ആ ഒരു വിശാലമായ ആ ഒരു ഹാള്. അതിൽ ഏതാണ്ട് ഒരു നടുവ് ഭാഗത്തായിട്ട് ഒരു ആട്ടുകട്ടിലുണ്ട്. ഈ ആട്ടുകട്ടിലിൽ 2 ഉരുണ്ട തലേണകളുണ്ട്. ഈ തലേണയിൽ മാത്രമല്ല, വേണമെന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് വിശ്രമിക്കാൻ പാകത്തിന് ഒരു ഒരു കുഷ്യൻ, ഒരു എന്താ പറയുക, കോസരി എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു സംവിധാനവും ഉണ്ട്. കൃഷ്ണൻ വരുമ്പോൾ ഭഗവാനും രുക്മിണിയും കൂടി ഇരുന്ന് സംസാരിക്കുന്ന ഭാഗമാണ് അത്. കൃഷ്ണൻ ആ ആട്ടുകട്ടിലിൽ ഇരിക്കും, രുക്മിണി വെഞ്ചാമരം കൊണ്ടുവന്ന് വീശിക്കൊടുക്കും, ആ സമയത്ത് താമ്പൂല ചർവണത്തിന് നൽകും, ആ സമയത്ത് ഇങ്ങനെ വർത്താനം പറയും. ഇങ്ങനെയൊക്കെയാണ് പതിവ്. അന്നത്തെ ദിവസം ഭഗവാൻ വന്ന സമയത്ത് രുക്മിണി ഇങ്ങനെ പറഞ്ഞു, ഭഗവാൻ ഇങ്ങനെ ഇരിക്കുകയാണ്, ആട്ടുകട്ടിലിൽ ഇരിക്കുന്നുണ്ട്, ഒരു കാല് തൂക്കിയിട്ടിട്ടുണ്ട്, ഒരു കാല് മടക്കി വെച്ചിട്ടുണ്ട്. രുക്മിണി പതിവ് പോലെ വെഞ്ചാമരം എടുക്കാനല്ല കേട്ടോ പോകുന്നത്. പിന്നെന്താ, രുക്മിണി നേരെ പോയിട്ട് ഭഗവാന്റെ നേരെ മുമ്പിൽ എന്താ പറയുക, കയറി വരുമ്പോൾ കാണാൻ പാകത്തിനുള്ള ഒരു ഭാഗത്ത് ഇവിടെ ഒരു ചെറിയ മന്ദിരം അല്ലെങ്കിൽ ഒരു പൂജാമുറി സെറ്റ് ചെയ്താൽ എങ്ങനെ ഇരിക്കും എന്നാണ് ഭഗവാനോട് ചോദിക്കുന്നത്. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, അതെന്തിനാണ് രുക്മിണി ഇപ്പോൾ എല്ലാ ദിവസവും രാവിലെ ആയാൽ ഇവിടെയുള്ള ദ്വാരകയിൽ ഉള്ളോടത്തോളം ക്ഷേത്രങ്ങളിലെല്ലാം പോകുന്നുണ്ട് ഇല്ലേ? രുക്മിണിക്കാണെങ്കിൽ ആ ശിവപാർവതിമാരെ വണങ്ങാതെ പറ്റില്ല. രുക്മിണിയുടെ ഇല്ലത്തെ ഒരു വിദർഭയിലെ ആ ഒരു പരദേവതാ സങ്കല്പത്തിലുള്ള മഹാദേവനെയും പാർവതി ദേവിയും ഉണ്ണി ഗണപതിയും ഒക്കെ കാണാൻ പോവാറുണ്ട്. ഇവിടെയുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ പോവാറുണ്ട്. അങ്ങനെ അനേകം ക്ഷേത്രങ്ങളിൽ രുക്മിണി പോകാറുണ്ടല്ലോ. ഇനിയിപ്പോൾ ഇതിനകത്തൊരു പൂജാമുറി വേണമെങ്കിൽ ആരെ പ്രതിഷ്ഠിക്കാനാണ്? ഇപ്പുറത്തല്ലേ ശിവലിംഗമൊക്കെ പ്രതിഷ്ഠിച്ച് വേണ്ട രീതിയിൽ പൂജയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോൾ രുക്മിണി പറഞ്ഞു, അതല്ല, എനിക്ക് ഇവിടെ ഒരു പൂജാമുറി സെറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, വിരോധമില്ല, വിഗ്രഹം പണിയാനുള്ള ആളെ വിളിക്കാം. ഏത് വിഗ്രഹമാണ് പണിയേണ്ടത് എന്ന് ചോദിച്ച സമയത്ത് രുക്മിണി പറഞ്ഞു, എനിക്ക് കൃഷ്ണന്റെ ബാലരൂപത്തിലുള്ള വിഗ്രഹമാണ് വേണ്ടത്. ബാലലീലകൾ കേട്ട് 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 വൃന്ദാവനത്തിൽ എത്തിയിരിക്കുന്നു രുക്മിണിയുടെ മനസ്സ്. ആ ഉണ്ണികൃഷ്ണനിൽ ലയിച്ചു പോയിരിക്കുന്നു. ഈ ഉണ്ണികൃഷ്ണനെയാണ് എനിക്ക് വേണ്ടത് എന്ന് രുക്മിണി പറഞ്ഞു. ഭഗവാൻ ചിരിച്ചു കേട്ടോ. ഇപ്പോൾ ഇത്ര വലിയ ആളായിട്ട് മുന്നിൽ നിൽക്കുന്ന എന്നെ മറന്ന് ഇനി വൃന്ദാവനത്തിലെ കൃഷ്ണനെ വേണം എന്നാണോ ഭഗവതിയുടെ ആഗ്രഹം എന്ന് ചോദിച്ചപ്പോൾ, സംശയമില്ല, എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞു. പ്രത്യേകിച്ച് ആ ഉരലിൽ കെട്ടിയ ഉണ്ണികൃഷ്ണന്റെ ഒരു ഭാവം, ആ ഒരു കഥയൊക്കെ കേട്ടപ്പോൾ, ഉരലിൽ ഇങ്ങനെ കെട്ടിയിട്ടിട്ട ആ കെട്ടിൻ്റെ ഉള്ളിൽ നിന്ന് അന്ന് വന്ന ഗോപികമാരെ ഓരോരുത്തരെയും കണ്ണിട്ട് ഇങ്ങനെ നോക്കുന്ന ഉണ്ണികൃഷ്ണനെ കണ്ട ആ ഒരു കാര്യമൊക്കെ രോഹിണിയമ്മ പറഞ്ഞു കൊടുത്തപ്പോൾ അത് നല്ല ഭംഗിയുണ്ടാവും ആ ഉണ്ണികൃഷ്ണനെ എന്നിങ്ങനെ മനസ്സിൽ തോന്നി ഇത്രേ രുക്മിണിക്ക്. അപ്പോൾ ഭഗവാൻ വിശ്വകർമാവിനെ നേരിട്ട് വിളിച്ചു വരുത്തി രുക്മിണിയുടെ ആഗ്രഹം പോലെ ഒരു ബാലകൃഷ്ണന്റെ രൂപം ഉണ്ടാക്കി അവിടെ ആ ഒരു പൂജാമുറി സെറ്റ് ചെയ്ത് കൊടുത്തു എന്നാണ് കഥ. അവിടം കൊണ്ട് അവസാനിച്ചിട്ടില്ല കേട്ടോ. ഈ ഒരു ദ്വാരകയിൽ വെച്ച് ആരാധിച്ചിരുന്ന ആരാധനാ വിഗ്രഹങ്ങൾ ഓരോന്നും തന്നെ ഇന്നും ഭാരതത്തിൽ അവശേഷിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഒരു ദ്വാപരയുഗം അവസാനിച്ചിരിക്കുന്നത്. എന്താ അതിന് തെളിവ്? നമ്മുടെ ഗുരുവായൂരപ്പൻ തന്നെയാണ് അതിന് തെളിവ് അല്ലേ? ദേവകീ വസുദേവന്മാരെ വെച്ച് ആരാധിച്ചിരുന്ന, ശ്രീകൃഷ്ണനാൽ പൂജ ചെയ്യപ്പെട്ടിരുന്ന ആ ഒരു വിഗ്രഹമാണ് ഇവിടെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഗുരുവും വായുവും ചേർന്ന് കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചത് എന്ന കഥയൊക്കെ നമ്മൾ 2 ദിവസം മുമ്പ് കേട്ടു. ഈ അടുത്ത കാലത്ത് മനസ്സിലാക്കാൻ സാധിച്ചു. ഇവിടെ കേരളത്തിലെ നാലമ്പല ദർശനം എന്ന് വടക്കോട്ട് പറഞ്ഞിട്ടുള്ള ആ ഒരു ശ്രീരാമൻ്റെ അമ്പലം, തൃപ്രയാറ്റ് തേവര്, അതുപോലെ തന്നെ കൂടൽമാണിക്യത്തെ ഭരതസ്വാമി, മുഴിക്കുളത്തെ ഈ 4 ക്ഷേത്രങ്ങളുണ്ടോ, പായമ്പലം, മുഴിക്കുളം ഒക്കെ ഉണ്ടല്ലോ. ഈ 4 ക്ഷേത്രങ്ങളിലെ ഈ 4 വിഗ്രഹങ്ങളും പണ്ട് ദ്വാരകയിൽ വെച്ച് ആരാധിച്ചിരുന്ന വിഗ്രഹങ്ങളാണ് എന്നറിയാൻ കഴിഞ്ഞു. തീർച്ചയായിട്ടും ജാമ്പവതിയുടെ വിഗ്രഹങ്ങളാണ് അത് എന്ന് വേണം കരുതാനായിട്ട് എന്നും കൂടി ആചാര്യൻ കൂട്ടിച്ചേർക്കുകയുണ്ടായി. അപ്പോൾ ഇത്രയും വിഗ്രഹങ്ങൾ മാത്രമല്ല കേട്ടോ ഈ ഭൂമിയിൽ അല്ലെങ്കിൽ ഈ ഭാരതദേശത്ത് അവശേഷിപ്പിച്ചിട്ടുള്ളൂ. അന്ന് രുക്മിണി വെച്ച് ആരാധിച്ചിരുന്ന വിഗ്രഹമാണത്രേ
ഇന്ന് ഉടുപ്പിയിലെ ഉടുപ്പി കൃഷ്ണനായിട്ടിരിക്കുന്നത്. ഇനി ഉടുപ്പിയിലേക്ക് എങ്ങനെയാണ് ഈ വിഗ്രഹം വന്നത് എന്ന കഥയുമുണ്ട്. ഉടുപ്പിയിൽ ഒരു ആചാര്യസ്വാമികൾ ഉണ്ടായിരുന്നു. മാധവാചാര്യൻ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. ഈ മാധവാചാര്യൻ ഒരിക്കൽ അവിടെ മാൽപ്പേ കടൽ തീരത്തിൻ്റെ അടുത്ത് നിൽക്കുന്ന സമയത്ത് ഒരു കപ്പല് അപകടത്തിൽപ്പെടാൻ പോകുന്നതറിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ദിവ്യശക്തി കൊണ്ട് അദ്ദേഹം ആ കപ്പലിനെ രക്ഷിച്ചു കരക്കെടുപ്പിച്ചു. ഇതിൻ്റെ സമ്മാനമായിട്ട് ആ കപ്പലിലെ ക്യാപ്റ്റൻ അദ്ദേഹം ചോദിച്ചു, അങ്ങേക്ക് എന്താണ് തരേണ്ടതെന്ന്. അദ്ദേഹം പറഞ്ഞു, എനിക്കൊന്നും വേണ്ട, എന്നാലും അങ്ങ് എന്തെങ്കിലും ഒന്ന് ആവശ്യപ്പെടണം എന്ന് പറഞ്ഞതിന് പ്രകാരം ആ കപ്പലിൽ ഉണ്ടായിരുന്ന ഒരു ഗോപീചന്ദന കട്ടയാണത്രേ അദ്ദേഹം വേണമെന്ന് പറഞ്ഞത്. ഗോപീചന്ദനക്കട്ട അല്ലെങ്കിലും അവർക്ക് ആവശ്യമുള്ളതല്ല. അതെങ്ങനെ കപ്പലിൽ വന്നു എന്നൊന്നും അവർക്കറിയില്ല. അവരുടനെ സന്തോഷപൂർവ്വം അദ്ദേഹത്തിന് അത് നൽകി. ആ ഗോപീചന്ദന കട്ട പൊളിച്ചപ്പോൾ അതിനകത്ത് നിന്നാണത്രേ നമ്മുടെ ഉടുപ്പി കൃഷ്ണന്റെ വിഗ്രഹം ഈ മാധവാചാര്യർക്ക് കണ്ടെത്താൻ സാധിച്ചത്. അദ്ദേഹമാണത്രേ ഉടുപ്പിയിൽ ഈ ഉടുപ്പി കൃഷ്ണനെ അവിടെ സ്ഥാപിച്ചത്. ഇതുകൊണ്ടും തീർന്നില്ല. ഈ മാധവാചാര്യരെ വായുദേവന്റെ ഒരു അംശാവതാരമായിട്ട് കണക്കാക്കാറുണ്ട് അത്രേ ഭക്തജനങ്ങൾ. അംശാവതാരം ഞാൻ ആലോചിച്ച് നോക്കിയിട്ടോ, ശരിയായിരിക്കും. കാരണം അന്ന് ദ്വാരകയിൽ വെച്ച് ആരാധിച്ചിരുന്ന ഒരു വിഗ്രഹങ്ങളും നമ്മൾ സാധാരണ മനുഷ്യരെ കൊണ്ട് കണ്ടെത്താനോ കൊണ്ടുപോയി കൊടുക്കാനോ ഒന്നിനും സാധിക്കില്ല. എവിടെയെങ്കിലും കൊണ്ടുപോയി പ്രതിഷ്ഠിക്കാനോ അതിനൊക്കെ ഈശ്വരീയ ചൈതന്യത്തിന് മാത്രമേ സാധ്യമാവുള്ളൂ. അതുകൊണ്ട് അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ, വായുദേവൻ തന്നെ ആയിരിക്കും ഈ ഒരു മാധവാചാര്യരായിട്ട് വന്നിട്ടുണ്ടാവുക. എന്തായാലും അങ്ങനെയുള്ള ഉടുപ്പി കൃഷ്ണന്റെ പാദത്തിൽ അനന്തകോടി നമസ്കാരം പറയുന്നു. ഇന്ന് നമുക്ക് ഉടുപ്പി കൃഷ്ണനെ കാണണമെങ്കിൽ കനകനകിണ്ടി എന്ന അറിയപ്പെടുന്ന ആ ജാലകം, കുഞ്ഞു ജാലകത്തിലൂടെ നോക്കിയാലാണ് ആ ഉണ്ണികൃഷ്ണനെ കാണാൻ സാധിക്കുക. എന്തൊരു ഭംഗിയാ നിശല്യാട്ടോ ഉണ്ണികൃഷ്ണന്. നിറയെ 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 എങ്ങനെയാണോ യശോദമ്മ അണിയിച്ചൊരുക്കിയിരുന്നത് അതേമാതിരി അനേകം ആഭരണങ്ങൾ കൊണ്ട് അണിയിച്ചൊരുക്കിയിട്ടാണ് ഈ ഒരു ഉണ്ണികൃഷ്ണനെ നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ ഇനി ആരെങ്കിലും ഉടുപ്പിയിലേക്ക് പോകാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഉടുപ്പി കൃഷ്ണനെ കണ്ടൊന്ന് തൊഴുത് നമസ്കരിക്കേണ്ടത് ആവശ്യമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇന്നത്തെ ചോദ്യങ്ങൾ നോക്കാം അല്ലേ. ഹരിത എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട്, ഓരോ ആൾരൂപവും ഒഴിയുന്നത് എന്തിനാണ് എന്നാണ്. ഓക്കെ, ആൾരൂപം നമ്മൾ ഒഴിഞ്ഞിട്ടാണല്ലോ എടുത്തു വെക്കുന്നത്. എന്തിനാണ് ഈ ഒഴിയുന്നത് എന്ന്? ഒഴിയുന്നതിന്റെ സങ്കല്പം എന്താന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ ഒരിക്കലും ആൾരൂപങ്ങൾ എടുത്തു വെച്ച് ഒഴിഞ്ഞ് വെക്കേണ്ട ആവശ്യമില്ല. പൈസ ആണെങ്കിലും നമ്മൾ ഒഴിഞ്ഞ് വെക്കേണ്ട ഒരാവശ്യവും ഇല്ല കേട്ടോ. ഒഴിഞ്ഞ് വെക്കുക എന്ന് പറയുന്നത് എന്താ, നമ്മളാണ് ഭഗവാന് സമർപ്പിക്കുന്നത് എന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിവില്ല എന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. ഇതിനും ഒരു കഥയുണ്ട്. പണ്ട് മധുരയിലെത്തിയ ഉണ്ണികൃഷ്ണൻ ഉദ്ധവരെ ദൂതിനായിട്ട് പറഞ്ഞയച്ചു വൃന്ദാവനത്തിലേക്ക്. അവിടെ എത്തിയ സമയത്തോ, വൃന്ദാവനത്തിൽ എത്തിയിട്ട് തിരിച്ചു പോരുന്ന സമയത്തോ ഉദ്ധവരുടെ അടുത്ത് ഓരോ ഗോപികമാരും ഓരോ പൊതികൾ കൊണ്ടുപോയി കൊടുത്തിട്ട് ഇത് കൃഷ്ണന് നൽകണം, ഇത് കൃഷ്ണന് നൽകണം, ഇത് കൃഷ്ണന് നൽകണം എന്നിങ്ങനെ പറഞ്ഞു. കുറച്ചു പേരുടെ കയ്യിൽ നിന്നൊക്കെ സമ്മാനപ്പൊതി വാങ്ങി വെച്ചതിന് ശേഷം പറഞ്ഞു, ഇനി ആരെങ്കിലും തരുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പേര് എഴുതിയിട്ട് തരണം, അല്ലാതെ എനിക്ക് ഫ്രം അഡ്രസ്സ് പറഞ്ഞു കൊടുക്കാൻ അറിയില്ല നമ്മുടെ ഉണ്ണികൃഷ്ണന് എന്ന്. അത് പറഞ്ഞപ്പോൾ അവർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഓരോ പൊതി തുറന്നു നോക്കുമ്പോൾ ഇത് ഇന്ന ആൾ തന്നതാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കില്ല കൃഷ്ണന് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഉദ്ധവന് ഇത് കൊണ്ടുപോയി കൊടുക്കണ്ട എന്ന് പറഞ്ഞു. അതുപോലെയല്ലേ നമ്മളും നമ്മുടെ ഉണ്ണികൃഷ്ണനും തമ്മിൽ ഒരു പ്രത്യേക ബന്ധം തന്നെ ഉണ്ട് അല്ലേ. ആ ബന്ധത്തിൽ നമ്മൾ എന്തെല്ലാം ഉണ്ണികൃഷ്ണന് സമർപ്പിക്കുന്നുണ്ട്, ആൾ രൂപം എടുത്തു വെക്കുന്നുണ്ട്, ഇതൊക്കെ നമ്മുടെ ഉണ്ണി കാണുന്നുണ്ട്. പിന്നെ എന്തിനാ പ്രത്യേകിച്ചൊരു ഒഴിയൽ? അതിൻ്റെ ആവശ്യമില്ല എന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം കേട്ടോ. ഇതെൻ്റെ മാത്രം അഭിപ്രായമായിരിക്കാം ചിലപ്പോൾ. അത് പറഞ്ഞപ്പോഴാണ്
കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഇവരെ വന്ന് വന്ന് വളരെയധികം കൂടുതലാണ്. ഇവരെ കൃഷ്ണൻ്റെ ഏജൻ്റ് ആണോ, ഗുരുവായൂരപ്പൻ്റെ ഏജൻ്റ് ആണോ, ഇത് കുറച്ച് കൂടുതലല്ലേ എന്ന് ചോദിച്ചിട്ട്. ഒരിക്കലും ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല കേട്ടോ, ഞാൻ ഗുരുവായൂരപ്പൻ്റെ ഏജൻ്റ് ആണെന്നോ ഗുരുവായൂരമ്പലം എൻ്റെ സ്വന്തമാണെന്നോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. നമ്മുടെ ഉണ്ണികൃഷ്ണനാണ്. എനിക്കൊരു ഉണ്ണികൃഷ്ണനുണ്ട്, നിങ്ങൾക്കും ഒരു ഉണ്ണികൃഷ്ണനുണ്ട്. സവിതയെ പ്രാർത്ഥിക്കൂ എന്ന് പറയുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കാം, നിങ്ങളും പ്രാർത്ഥിച്ചോളൂ എന്നാണ് ഞാൻ പറയണത്. പിന്നെ എന്തിനാണ് സവിതയെ പ്രാർത്ഥിക്കൂ എന്ന് പറയുന്നത്? ഞാൻ ഭക്തോത്തമ ആയതുകൊണ്ടൊന്നുമല്ല ഓരോരുത്തരും എന്നെ വിളിച്ച് പ്രാർത്ഥിക്കൂ എന്ന് പറയണത്. എല്ലാ ദിവസവും ഗുരുവായൂരമ്പലത്തിൽ പോണതല്ലേ, അതുകൊണ്ട് ഗുരുവായൂരപ്പനെ നേരിട്ട് കാണുമ്പോൾ ദാ ഇന്ന ആള് പറയാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ഇന്ന കാര്യാട്ടോ പറയാൻ പറഞ്ഞിരിക്കണേ എന്നൊക്കെ ഒന്ന് അവിടെ പോയി പറഞ്ഞാൽ ആ ഉണ്ണികൃഷ്ണനെ ഒന്ന് റിമൈൻഡ് ചെയ്യിപ്പിക്കാൻ വേണ്ടി അത്രേ ഉദ്ദേശിക്കണുള്ളൂ. അതല്ലാതെ ഞാനും ഭഗവാനും നിങ്ങളും ഭഗവാനും തമ്മിലുള്ള ബന്ധത്തിന്റെ ഇടയിൽ ഒരു ഏജന്റായിട്ട് ഞാൻ നിൽക്കുക, അങ്ങനെയൊന്നും ഞാൻ ഒരിക്കലും ഉദ്ദേശിച്ചിട്ടില്ല. ഗുരുവായൂരപ്പനും ഭക്തനും തമ്മിൽ ഇടനിലക്കാരൻ്റെ ആവശ്യമേ ഇല്ല എന്ന് തന്നെയാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്. എൻ്റെ ഉണ്ണികൃഷ്ണൻ നിങ്ങളുടെ ഉണ്ണികൃഷ്ണൻ, എൻ്റെ ഗുരുവായൂരപ്പൻ നിങ്ങളുടെ ഗുരുവായൂരപ്പൻ. നിങ്ങൾ ഗുരുവായൂരപ്പ എന്ന് വിളിക്കുമ്പോൾ സവിതയുടെ ഗുരുവായൂരപ്പ എന്നൊന്നും അല്ലല്ലോ ആരും വിളിക്കണേ, എൻ്റെ ഗുരുവായൂരപ്പ എന്ന് തന്നെയല്ലേ വിളിക്കണേ. അപ്പോൾ ഒരു ഏജൻസി ഒന്നും ഞാൻ തുടങ്ങിയിട്ടില്ല, അങ്ങനെ തുടങ്ങാൻ ഞാൻ ഉദ്ദേശിക്കണമില്ല. ഞാൻ എനിക്ക് അറിയണ കുറച്ച് കാര്യങ്ങൾ, ഞാൻ ഈ നാട്ടിലാണ് ജനിച്ച് വളർന്നത് എന്നുള്ളത് കൊണ്ട്, ഇവിടുത്തെ കുറച്ച് കാര്യങ്ങൾ അറിയുന്നത് കൊണ്ട് നിങ്ങളോട് വന്ന് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. അത് അദ്ദേഹം പറയാൻ കാരണം, കഴിഞ്ഞ ദിവസം ഞാൻ മന്ത്രങ്ങൾ ചൊല്ലിയിട്ടിട്ട് ഈ മന്ത്രങ്ങളൊന്നും ഇങ്ങനെയൊന്നും അല്ല ചൊല്ലേണ്ടത്, ഗുരുമുഖത്ത് നിന്ന് തന്നെ പഠിക്കണം. നമ്മുടെ സനാതന ധർമ്മത്തിന്റെ ഏറ്റവും ബുദ്ധിമുട്ട് ഏറിയ ഒരു വശം ഏതാണെന്നറിയൂ? എല്ലാവർക്കും എല്ലാം ഒന്നും അറിയണില്ല. അറിയുന്ന ആൾക്കാരിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ നമ്മൾ പഠിക്കാൻ ശ്രമിച്ചാലോ 100 അരുതുകളുടെ പ്രവാഹം അങ്ങോട്ട് വരും. അയ്യോ ഇത് ഇങ്ങനെ ചെയ്യരുത് കേട്ടോ, ഇത് അങ്ങനെ ചെയ്യരുത് കേട്ടോ, ഇത് മറ്റേ രീതിയിലാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നിങ്ങളുടെ തല പൊട്ടിത്തെറിച്ച് പോവും. ഇങ്ങനെ പറയാനാണ് 100 പേരുണ്ടാവുക. ഒന്നുമില്ല നീ, ഈശ്വരൻ നമ്മളെ ശിക്ഷിക്കാനുള്ള ഒരാളേയല്ല, രക്ഷിക്കാൻ മാത്രം അറിയുന്ന ഒരു ഉണ്ണികൃഷ്ണൻ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരു പുതിയ മന്ത്രം പഠിക്കാൻ ഉദ്ദേശിച്ചു, പഠിച്ചോളൂന്നേ, ചൊല്ലിക്കോളൂന്നേ, നല്ല കാര്യമല്ലേ. അപ്പോൾ ഗുരുമുഖത്ത് നിന്ന് തന്നെ വേണ്ടേ ഇതൊക്കെ ചൊല്ലാൻ? ശരിയാണ്, ഇത് ഗുരുമുഖത്ത് നിന്ന് തന്നെ വേണം. ഇത് വെറും ഗുരുമുഖത്ത് നിന്നല്ല കേട്ടോ, ഒരു ആലിൻ്റെ ചോട്ടിൽ സന്യാസിയായിട്ടിരിക്കുന്ന ഗുരുവിൻ്റെ മുഖത്ത് നിന്ന് അവിടെ നിലത്ത് എന്താ പറയുക, വെറും മണ്ണിലിരുന്നു കൊണ്ട് എഴുത്താണി ഉപയോഗിച്ച് എഴുതി നമ്മൾ പഠിക്കണം എന്നൊന്നും ആരും എവിടെയും പറഞ്ഞിട്ടില്ല. നമുക്ക് കിട്ടുന്ന മാധ്യമങ്ങളിലൂടെ നമുക്ക് അറിവ് നേടാം എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അതിനൊരു ഗുരു വേണം എന്നുള്ളത് നിർബന്ധമാണ് വിചാരിക്കുക, ഗുരു ഇല്ല എന്നും വിചാരിക്കുക, ഒട്ടും പരിഭ്രമിക്കേണ്ട. നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് എന്തും ചെയ്യാം. ഇതിന് എന്താ ഗ്യാരണ്ടി ചോദിച്ചാൽ ഞാൻ തന്നെയാണ് ഗ്യാരണ്ടി. നിങ്ങൾ ഇനി ആരെങ്കിലും നിങ്ങളോട് അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറഞ്ഞോളൂ, ഇത് നിങ്ങളുടെ വിശ്വാസം. പക്ഷെ എനിക്കൊരു വിശ്വാസമുണ്ട്, എൻ്റെ ഗുരുസ്ഥാനത്ത് ഞാൻ കാണുന്നത് എൻ്റെ ഉണ്ണികൃഷ്ണനെയാണ്, അതിൽ നിങ്ങൾ തലയിടണ്ട എന്ന് തന്നെ പറഞ്ഞോളൂ കേട്ടോ, യാതൊരു വിരോധവും ഉണ്ടാവില്ല. അടുത്തതായിട്ട് രസകരമായിട്ടുള്ളൊരു ചോദ്യം, ഞാൻ ഇന്ന് വരെ കേട്ടിട്ടില്ലാത്തൊരു ചോദ്യമാണ് കേട്ടോ. ആ ചോദ്യം പറയാം. ലക്ഷ്മി എന്നൊരു ഭക്തനാണ് ചോദിച്ചിരിക്കുന്നത്, അസൂയ പോകാൻ എന്താ ചെയ്യുക? ഒന്ന് പറഞ്ഞൊരു. അസൂയയ്ക്ക് മരുന്നില്ല എന്നറിയാം, പക്ഷെ സവിതയുടെ കയ്യിൽ മരുന്നുണ്ട്, അത് പറഞ്ഞാൽ മതി. അത് ഗുരുവായൂരപ്പൻ പറയിപ്പിക്കുന്നതാണ്, അതുകൊണ്ട് പറഞ്ഞൊരു. കഥയ്ക്കിടയിൽ ഒന്ന് പറഞ്ഞു തരണേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ലക്ഷ്മിയാണോ ലക്ഷ്മി ചേച്ചിയാണോ എന്നറിയില്ല. എന്തിനാണ് അസൂയ അത് പറഞ്ഞിട്ടില്ല കേട്ടോ. അസൂയക്കും വരുന്നുണ്ടോ എന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ഈ അസൂയ വരുന്നത് എപ്പോഴാണെന്നറിയോ? കമ്പാരിസൺ വരുമ്പോഴാണ് അസൂയ വരുന്നത്. ഞാനും അവനും തമ്മിൽ ഉള്ള അന്തരം, അത് സാമ്പത്തികമാവാം, സൗന്ദര്യപരമാവാം, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ, കമ്പാരിസൺ വരുമ്പോൾ നമ്മുടെ മനസ്സിങ്ങനെ എന്താ പറയുക, പൊട്ടിപ്പോകുന്ന പോലെ തോന്നും. അതിനെയാണ് അസൂയ എന്ന് പറയുന്നത്, അല്ലേ? നമ്മൾ കമ്പയർ ചെയ്യണ്ടാന്നേ. ഓരോരുത്തർക്കും ഗുരുവായൂരപ്പൻ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഒരു അനുഗ്രഹമാണ്. ഇന്ന് ഞാൻ ഗുരുവായൂരപ്പനെ ഇങ്ങനെ തൊഴുത് നിൽക്കുമ്പോൾ എൻ്റെ പുറകിൽ നിന്നുകൊണ്ട് 2 ഉദ്യോഗസ്ഥന്മാർ സംസാരിക്കുകയാണ്. ശ്രീ ഗുരുവായൂരപ്പനെ ഓരോരുത്തർക്കും ഓരോ സമ്മാനമാണ് കൊടുക്കുക. അപ്പോൾ അവന് കൊടുത്ത സമ്മാനമല്ല നമുക്ക് കൊടുക്കുക, നമുക്ക് തന്ന സമ്മാനമല്ല അപ്പുറത്തെ ആൾക്ക് കൊടുക്കുക. അപ്പോൾ വി ആർ ഗിഫ്റ്റഡ്. അങ്ങനെ ആലോചിച്ചാൽ നമുക്ക് ഒരു അസൂയ ഉണ്ടാവില്ല കേട്ടോ. വി ആർ ഗിഫ്റ്റഡ്, ഓൾവേസ് വി ആർ ഗിഫ്റ്റഡ്. ഇതിന് വേറൊരു കഥ പറയാറുണ്ട് ആചാര്യൻ. എന്താണെന്നറിയോ? ഒരിക്കൽ
ആചാര്യൻ പാലക്കാട്ടുകാരനാണ് കേട്ടോ. അദ്ദേഹം ഇവിടെ സപ്താഹത്തിന് വരുന്ന സമയത്ത്, തോട്ടം കൃഷ്ണൻ നമ്പൂതിരി കേട്ടോ, അദ്ദേഹത്തിനെ കുറിച്ചാട്ടോ ഞാൻ പറയണേ. അദ്ദേഹം ഇവിടെ സപ്താഹത്തിന് വരുന്ന സമയത്ത് അദ്ദേഹം ബസ്സിലാണ് വരാറുണ്ടായിരുന്നത്. അപ്പോൾ ഒരിക്കൽ അദ്ദേഹം ബസ് യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ തൊട്ടു മുമ്പിലിരിക്കുന്ന 2 പേര് സീറ്റിലിരുന്ന് സംസാരിക്കുകയാണ്. അദ്ദേഹം പറയാണ്, അതെ, ഞാൻ കഴിഞ്ഞ മാസം ഗുരുവായൂർ തൊഴാൻ വേണ്ടിയിട്ട് ബസ് കയറി. ഈ ബസ് ഇടയ്ക്ക് വെച്ച് വലിയൊരു ആക്സിഡൻ്റ് ആയിപ്പോയി. എൻ്റെ തൊട്ടടുത്തിരുന്ന ആള് ആക്സിഡൻറ്റിൽ മരിച്ചുപോയി. പക്ഷെ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം എന്ന് പറയട്ടെ, എനിക്കൊരു പോറൽ പോലും സംഭവിച്ചിട്ടില്ല കേട്ടോ. എന്നെ ഇങ്ങനെ ഉള്ളംകൈയിൽ വെച്ച് കൊണ്ട് നടത്തുകയാണ് എൻ്റെ ഗുരുവായൂരപ്പൻ. ഇത് ആചാര്യൻ കേട്ടു. ആചാര്യൻ വിചാരിച്ചു, ഗ്രേറ്റ്, ഇദ്ദേഹത്തിനെയൊക്കെ ഗുരുവായൂരപ്പൻ ഇങ്ങനെ ഉള്ളം കയ്യിൽ വെച്ച് നോക്കുകയാണ്. അപ്പൊ തന്നെ ആചാര്യൻ വിചാരിച്ചു, ഇദ്ദേഹത്തിനെ എങ്ങനെയാ ഭഗവാൻ നോക്കിയത്? ആക്സിഡന്റ് പറ്റുന്ന ഒരു ബസ്സിൽ കയറാൻ ഇട വന്നു, ആക്സിഡന്റ് പറ്റി, അത് നേരിട്ട് കണ്ടു, അതിൽ നിന്ന് രക്ഷപ്പെടുത്തി. അങ്ങനെയല്ലേ? ഞാൻ കയറിയ ബസ് ഉണ്ടല്ലോ, ഇതുവരെ ആക്സിഡന്റ് പോലും ആയിട്ടില്ല. ഏത് ബസ്സിലാ ആക്സിഡന്റ് ആവുക, ഏത് ബസ്സിലാ ആക്സിഡന്റ് ആവാതിരിക്കുക എന്നൊക്കെ എനിക്കെങ്ങനെയാ അറിയാ? ഇത് കൃത്യമായിട്ട് നേരെയാക്കി വെച്ചത് ആരാ? സംശയമില്ല, ഉണ്ണികൃഷ്ണൻ തന്നെയാണ്. അപ്പോ എൻ്റെ ബസ്സിന് ആക്സിഡന്റ് പോലും പറ്റാതെയാണ് ഗുരുവായൂരപ്പൻ കൊണ്ട് നടക്കണത്. ഇതിലും മികച്ച ചിന്ത ഉണ്ടാവും അല്ലേ? അപ്പൊ നമ്മൾ തൊട്ടപ്പുറത്തുള്ള ഒരാൾക്ക് ലോട്ടറി അടിച്ചു എന്ന് ചിന്തിക്കാം. അദ്ദേഹത്തിന് ലോട്ടറി അടിച്ചു, അദ്ദേഹത്തിന് 1 കോടി രൂപ കയ്യിൽ കിട്ടി. അപ്പൊ നമ്മൾ വിചാരിക്കും, എന്നാലും കൃഷ്ണ, അവർക്കൊക്കെ 1 കോടി രൂപ കിട്ടി, ഞാനിപ്പോഴും പണ്ടത്തെ അതേ നിലയിലാണല്ലേ, എനിക്കൊരു മാറ്റവും ഇല്ല അല്ലേ? ഇങ്ങനെ നമ്മൾ ചിന്തിക്കില്ലേ? ഇങ്ങനെ ചിന്തിക്കണ സമയത്ത് നമ്മൾ ചിന്തിക്കുക, അവനുണ്ടല്ലോ ഇന്ന് മുതലാണ് കോടീശ്വരനായേ, അവനുണ്ടല്ലോ ഇന്ന് മുതലാണ് ഒരു സ്റ്റാറ്റസ് ഒക്കെ വെച്ചേ. എനിക്ക് ഈ സ്റ്റാറ്റസ് ഒക്കെ പണ്ടേ ഉണ്ട്, ഞാൻ കോടീശ്വരി ഒന്നും അല്ലെങ്കിലും എന്നെ ഗുരുവായൂരപ്പൻ അന്നേ കൊണ്ട് നടത്തുന്നുണ്ട്, പെട്ടെന്നൊരു സുപ്രഭാതത്തിലൊന്നുമല്ല എന്നൊന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ നമ്മുടെ അസൂയ ഇങ്ങനെ പമ്പ കടന്നു പോകും കേട്ടോ. നമ്മുടെ ഉണ്ണികൃഷ്ണൻ നമ്മളെ അത്ര കണ്ട് സ്നേഹിക്കുന്നുണ്ട്, അത്ര കണ്ട് കൊണ്ട് നടത്തുന്നുണ്ട് ഗുരുവായൂരപ്പൻ. ഇത്രയും കൊണ്ട് നടത്തുന്ന ഒരു ഈശ്വരൻ നമ്മളോടൊപ്പം ഉള്ളപ്പോൾ എന്തിനാണ് അസൂയപ്പെടുന്നത്? ലോകത്തിലുള്ള ഒന്നിനും ഇതിലും മികച്ചത് കിട്ടില്ല അല്ലേ? അങ്ങനെയല്ലേ? നിങ്ങൾക്ക് തോന്നുന്നില്ലേ? നിങ്ങളുടെ കമന്റ് അറിയിക്കൂ കേട്ടോ. അടുത്തതായിട്ട്, ഇന്ന് ആരുഷിയുടെ ബർത്ത്ഡേ ആണെന്ന് ഒരു മെസ്സേജ് വന്നിട്ടുണ്ട് കേട്ടോ. നമസ്കാരം സവിത, ഇന്ന് എൻ്റെ മോൾ ആരുഷിയുടെ ബർത്ത്ഡേ ആണ്. ഗുരുവായൂർ വരാൻ പറ്റുന്നില്ല, എൻ്റെ മോൾക്ക് വേണ്ടി ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കണേ. തീർച്ചയായിട്ടും നമ്മൾ കൃഷ്ണാരിമിത്രങ്ങൾ എല്ലാവരും ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഇത് നിങ്ങളിലേക്ക് എത്തുമ്പോഴേക്കും 23-ാം തീയതി ആയിട്ടുണ്ടാവുമെങ്കിലും ഞാൻ 22-ാം തീയതി തന്നെയാണ് കേട്ടോ വിഷ് ചെയ്യുന്നത്. ഇന്നത്തെ ദിവസം വീഡിയോ ഉണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞ ഹെൽത്ത് ഇഷ്യൂസ് കാരണം എനിക്ക് നിങ്ങളിലേക്ക് വീഡിയോ എത്തിക്കാൻ സാധിക്കാതെ പോയതാണ് കേട്ടോ. അടുത്തതായിട്ട്, ഓക്കെ, വത്സല എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്, സവിത, ഞാൻ ഇന്നും രാവിലെ വിഷ്ണു സഹസ്രനാമവും വൈകിട്ട് ലളിതാ സഹസ്രനാമവും നാരായണീയവും നാമങ്ങളും എല്ലാം ചൊല്ലുമായിരുന്നു. വൈശാഖം തുടങ്ങിയ അന്ന് മുതൽ എനിക്ക് വിളക്ക് കത്തിക്കാനും നാമം ചൊല്ലാനും പറ്റുന്നില്ല. തലകറക്കം കാരണം ഒന്നും പറ്റുന്നില്ല, നല്ല വിഷമമുണ്ട്. നാരായണനാമം ചൊല്ലാലോ, എന്തിനാ വിഷമിക്കണേ? നാരായണനാമം ചൊല്ലിക്കൊണ്ടേയിരിക്കൂ. ശ്രീ ഗുരുവായൂരപ്പന് ഇടയ്ക്ക് അങ്ങനത്തെ ചില കളികളൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ എല്ലാ ദിവസവും അമ്പലക്കുളത്തിൽ കുളിച്ചു തൊഴാറുള്ളതാണ്. ഇന്ന് എനിക്ക് ബെഡിൽ നിന്ന് എഴുന്നേൽക്കാൻ പറ്റാതെ അവസാനം എന്നെ തൂക്കിയെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡ്രിപ്പ് ഇട്ട് കൊണ്ടുവരേണ്ടി വന്നു. അപ്പൊ അതുകൊണ്ട് ചില ദിവസങ്ങളിലൊക്കെ ദിവസബലം എന്നൊക്കെ പറയില്ലേ, അതുകൊണ്ടാണ്. പിന്നെ എന്താന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഈ ഒരു ചൂടുണ്ടല്ലോ, അത് സഹിക്കാൻ പാകത്തിനായിട്ടില്ല നമ്മൾ അല്ലേ, അത്രയധികം ചൂടായി പോയി. അപ്പോൾ ആ ചൂട് കൂടുന്നതിൻ്റെ ഒരു ഭാഗമായിട്ടായിരിക്കും നമുക്ക് വരുന്ന വയ്യായകളും ക്ഷീണങ്ങളും. അങ്ങനെയൊക്കെ വിചാരിച്ച് സമാധാനിക്കൂ, നാരായണനെ മുറുക്കി പിടിച്ചോളൂ. നാരായണനാമം ചൊല്ലാൻ പ്രത്യേകിച്ച് ഒന്നും നോക്കണ്ട, തല കുളിക്കണം എന്നില്ല, ബെഡിൽ നിന്ന് എഴുന്നേൽക്കണം എന്ന് പോലുമില്ല, കിടന്ന കിടപ്പിലാണെങ്കിലും നമുക്ക് നാരായണനാമം ചൊല്ലാട്ടോ. അപ്പോൾ നാരായണ 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 ഇങ്ങനെ ചൊല്ലിക്കൊണ്ടേ ഇരുന്നോളൂ. എല്ലാ പ്രശ്നത്തിനും ഗുരുവായൂരപ്പൻ്റെ കയ്യിൽ പരിഹാരമുണ്ട്. ഗുരുവായൂരപ്പൻ എല്ലാം പരിഹരിച്ച് തരട്ടെ. അപ്പോൾ ഇന്ന് അത്രയും ചോദ്യങ്ങളേ ഉള്ളൂ. ഞാൻ പ്രീ ഷൂട്ട് ചെയ്ത് വയ്ക്കുകയാണ്. കുറേ ചോദ്യങ്ങൾ ഇനിയുമുണ്ട്. നാളത്തെയും അതിൻ്റെ പിറ്റേ ദിവസത്തെയും ഒക്കെ വീഡിയോയിലായിട്ട് നമുക്ക് ആ ചോദ്യങ്ങളൊക്കെ എടുക്കാമെന്ന് വിചാരിക്കുന്നു. സർവരോഗ വിനാശന, സർവപാപ വിനാശന, സർവദുഃഖ വിനാശന, സർവസൗഖ്യപ്രദായക ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ.